ഓ, നീയാണോ? വക്കീൽ നോട്ടീസിന് മറുപടി കിട്ടിയില്ലേ? അയച്ചിരുന്നു. നാനൂറ്റില്ല ഏട്ടത്തിൽ. നോട്ടീസ് അയച്ചാൽ നാനൂറ്റം നിറയ്ക്കും നീ വിചാരിച്ചോ? കേസ് കൂടാനുള്ള ശക്തിയൊന്നും എനിക്കില്ല പത്മടത്തി. എന്റെ ഈ കുട്ടിയുടെ സ്ഥിതി നിങ്ങൾക്കൊക്കെ ആലോചിച്ചാൽ അറിയാലോ. ഈ വീട്ടിലേക്ക് ആകെ ഉണ്ടായിരുന്ന ആളൊരുത്തനാ. അവൻ പോയതിന്റെ നഷ്ടം ഞങ്ങൾക്കാ, നിന്നേക്കാളും. എനിക്കൊന്നും തരണ്ട, ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. അത് ഞങ്ങൾക്കറിയാം. ഈ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങളുടെ സ്വന്തം അങ്ങയുടെ മോനല്ലേ എന്ന് വിചാരിച്ച് എന്തെങ്കിലും. ചെക്കന്റെ ജാതകമല അത്ര വിശേഷമാ. തന്റെ തലവരച്ച് കണ്ടില്ലേ? ഓരോന്നിന്റെ തലയിൽ എഴുതിയത് അങ്ങനെയാവും. അതിന് ബാക്കിയുള്ളവർ എന്ത് ചെയ്യാനാ? ഇവള് നമ്മളെ കോടതി കയറ്റാൻ പോവല്ലേ? അതല്ലേ കാണേണ്ടത്. ഇവിടുത്തെ ആണുങ്ങൾ ഒരു ഏഴുവത്ത് കിട്ടുമ്പോഴേക്ക് വരയ്ക്കണ അമ്പാടപ്പൊന്നന്മാരാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നോക്കൂ, നിങ്ങൾ സാമാന്യ മനുഷ്യരുടെ നിയമം അനുസരിച്ച് നിങ്ങളാരാ? ഒരു മാഷാണ്, ഇവരുടെ സഹായത്തിന് വന്നതാണ്. നിനക്ക് സഹായത്തിന് 100 ആളുണ്ടാവും, പിന്നെന്താ? നിനക്ക് ചെറുപ്പമല്ലേ, വേറെ ആളെ കിട്ടാൻ എന്താ പ്രയാസം? ഇറങ്ങാൻ സാർ, വാ. ഞങ്ങള് കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് കുട്ടിക്ക് വല്ലതും കൊടുത്തിട്ട് വാ. കുട്ടികളെ വിഷം കൊടുത്തു കൊല്ലാൻ അമ്പാടി നടക്കുന്ന ശൂർപ്പണകയില്ലേ ചിത്രപുസ്തകത്തില്? അതേ മുഖര ആയമ്മയ്ക്ക്. വേഗം നടക്ക്. ഞാൻ ഭാസ്കരൻ, ഇവിടെ സ്റ്റേറ്റ് ബാങ്കിൽ. മനസ്സിലായി, പരിചയപ്പെട്ടിട്ടില്ല, എന്നാലും അറിയാം. ഞാൻ UC കോളേജ് പഠിക്കുമ്പോൾ അവിടെ വന്നിട്ടുണ്ട്, ഒരു സ്റ്റുഡൻസ് റാലി പ്രസംഗിക്കാൻ. മാനം മര്യാദയ്ക്ക് പിള്ളേർ പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കയറി കുഴപ്പമുണ്ടാക്കലായിരുന്നല്ലോ അന്ന് തൊഴില്. ഒരു വീട്ടിൽ കയറാം, അതാണ്. അറിയാം, അപ്പുറത്തിന്റെ ഒരു പഴയ സ്റ്റുഡന്റാ സുനന്ദ. മോനെ ഞാൻ കണ്ടിട്ടുണ്ട്. വരൂ. ഞാൻ മാളക്കുട്ടിയമ്മയുടെ വീട്ടിൽ പോയി ഒരു ഫോൺ ചെയ്യാൻ. നമുക്ക് ഇവിടെ ഒരു ഫോൺ വെച്ചൂടെ? വെക്കാം. ചായ ഇപ്പൊ വേണ്ടിയിരുന്നില്ല. സൈക്കിൾ എന്റെ കൈക്രിയാണ്. വൈഫ് ഇപ്പൊ വന്നേ ഉള്ളൂ. കണ്ടു. രാഷ്ട്രീയം കംപ്ലീറ്റ് ആയി വിട്ടോ? അഭിപ്രായങ്ങളുണ്ട്, പ്രവർത്തനമില്ല. ഒരിക്കൽ അസംബ്ലിയിലേക്ക് നിൽക്കുന്നു എന്നൊക്കെ കേട്ടിരുന്നല്ലോ. ഓ, വെറുതെ. അസംബ്ലിയിലേക്ക് പറ്റിയ ഭാഷയൊക്കെ കയ്യിലുണ്ട്. പഠിച്ച തെറികളൊന്നും മറക്കില്ലല്ലോ. പക്ഷേ തൊലിയുടെ കട്ടി ഇത് പോരാ, വേണ്ടെന്ന് വെച്ചു. ഇവിടെ ചെറിയ കുട്ടികളെ അയക്കാൻ ഒരു നഴ്സറി ഇല്ല. കിൻഡർ ഗാർഡൻ ടൈപ്പ് സ്കൂൾ തുടങ്ങാൻ ഗവൺമെന്റ് പെർമിഷൻ വേണോ? ഹേയ്, അത് ടൗണിലൊക്കെ വലിയ ബിസിനസ് അല്ലേ ഇപ്പോ. എന്താ ഫീസ്? വീട്ടിൽ പിള്ളേരുടെ ശല്യം ഒഴിവാക്കാൻ സ്വല്പം ചെലവായാലും സഹിക്കും. അത് മാത്രമല്ല, പിള്ളേര് മമ്മി ഡാഡി എന്നൊക്കെ വിളിക്കുമ്പോ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത തന്തയ്ക്കും തള്ളയ്ക്കും ത്രില്ല്. മുറി ഇംഗ്ലീഷ് കേൾക്കുമ്പോ മുത്തശ്ശനും മുത്തശ്ശിക്കും അതിലേറെ ത്രില്ല്. ഇവിടെ ഞങ്ങളുടെ മകനൊരു പ്രോബ്ലം ആയിരിക്കാണ്. നല്ല ജോലിക്കാരില്ല, വൈഫ് ആകെ വറീഡാണ്. ധാരാളം വായിക്കുമല്ലേ? വേറെ എന്ത് ചെയ്യാൻ? നിൽക്കൂ, നോക്കൂ വിജയം, ഞാൻ വൈഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ. എനിക്കിപ്പോ സൗകര്യമില്ല, പിന്നല്ലാതെ. അവള് ബാത്റൂമിലാണ്. ഇനിയും കാണാമല്ലോ. അപ്പൊ കാണാം. ബാങ്കിലെ അറ്റൻഡർ ഒരു ജോലിക്കാരിയെ കൊണ്ടുവരും നാളെ. എല്ലാ പണിയും ചെയ്യും. എത്ര ദിവസത്തേക്കാണാവും? സ്വല്പം മനുഷ്യപ്പറ്റോടുകൂടി പെരുമാറുക, പിന്നെ ആവശ്യത്തിന് മാത്രം സഹായിക്കുക. എന്നാ സ്ഥിരമായി നിൽക്കും ആരും. അപ്പോ എന്റെ കുറ്റം കൊണ്ടാണ് ജോലിക്കാരികൾ നിൽക്കാത്തതെന്നാണ് അർത്ഥം. എന്തോ 2 പേർ വന്നത് കണ്ടു, പിന്നെ പോയെന്നും പറഞ്ഞു. കാരണം ഞാൻ ചോദിച്ചില്ലല്ലോ, ഒരു സാമാന്യ തത്വം പറഞ്ഞതാണ്. അല്ല, അതും പറഞ്ഞോളൂ. എന്റെ കുറ്റം തന്നെ. എന്നെ കുറ്റപ്പെടുത്താത്ത ഒറ്റ ദിവസം ഉണ്ടായിട്ടുണ്ട് ഈ 6 കൊല്ലത്തിനിടയ്ക്ക്.
സാരല്ല, ഞാൻ എല്ലാം പേറിക്കോളാം. പക്ഷെ ജയക്കുട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം. അവന് ഊട്ടിയിലോ ഏർക്കാട്ടിലോ ആക്കിക്കൂടെന്ന് ചോദിച്ചു അമ്മ. കുഴപ്പമില്ല, നല്ലത്. ഊട്ടിയിലോ ഏർക്കാട്ടിലോ പഠിപ്പിക്കാൻ മാസം 1000-1500 രൂപ വരും. എനിക്കറിയാം. അതിന്റെ അമ്മ അയച്ചു തരൂ, ജഡ്ജിയമ്മ തരൂ. പരിചയമില്ലാത്തവർക്ക് നാട്ടിൻപുറം ആദ്യം കുറെ ബോറായി തോന്നും, പിന്നെ ശരിയാവും. മറ്റ് സ്ത്രീകളുമായി കുറെ അടുത്ത് മൂവ് ചെയ്ത് നോക്കണം. പഠിപ്പും സൗകര്യമുള്ള പലരും ഉണ്ടല്ലോ. നിങ്ങൾ കുറെ പേർ ചേർന്ന് എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടത്തണം. ഇവിടെ എന്തൊക്കെ ചെയ്യാം? വിജയം സ്വല്പം ഇനിഷ്യേറ്റീവ് എടുക്കണം. കോളേജിലൊക്കെ ആക്റ്റീവ് ആയിരുന്നില്ലേ? ഒരു കമ്മിറ്റി ഉണ്ടാക്കി നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം നഴ്സറി തുടങ്ങാം. ജയക്കുട്ടിന് പഠിക്കാൻ വേറെയും കുട്ടികളില്ലേ? എന്താ കുഴപ്പം? ഏയ് ഒന്നുമില്ല. ആരുടെങ്കിലും കയ്യോ കാലോ പിടിച്ച് ആളും മനുഷ്യരുള്ള വല്ല സ്ഥലത്തേക്ക് ഒരു മാറ്റം വാങ്ങോ. എനിക്ക് വേറൊന്നും വേണ്ട. വയ്യ, ആരുടെയും കൈയും കാലും പിടിക്കാതെ കഴിയണമെന്ന് ആഗ്രഹം. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച കാലത്തും ആരുടെയും കൈയും കാലും പിടിച്ചിട്ടില്ല. ടെസ്റ്റ് എഴുതി കിട്ടി. വേണ്ട, തുടങ്ങണ്ട പുരാണം പറയാൻ. അല്ല, നീ കേൾക്കണം. വലിയ വീട്ടിൽ നിന്ന് ഒരു പെണ്ണെ കിട്ടാനും ഞാൻ കാല് പിടിച്ചിട്ടില്ല. അത് മനസ്സിലാക്കണം. ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ ദല്ലാളന്മാർ വന്ന് എന്റെ കാല് പിടിക്കുകയാണ് ചെയ്തത്. എന്റെ അച്ഛൻ ഇത് കേട്ടാൽ അച്ഛന്റെ മുമ്പില് നിങ്ങളുടെ വീട്ടുകാർ വരുമ്പോ വിറയ്ക്കും. അവര് വരില്ലല്ലോ. തൂക്കാൻ അധികാരമുള്ള ആളാവുമ്പോൾ കള്ളന്മാരും പുള്ളികളും അല്ലേ വിറക്കേണ്ട കാര്യമുള്ളൂ. എന്റെ കഴുത്തിലും പുള്ളി ഒരു കയറിട്ടതായിരുന്നു എന്ന് മനസ്സിലാവാൻ സ്വല്പം വൈകി. ചോലക്കര 35, എറണാകുളം 34005. അർജന്റ്. ശരി. 10:30 അച്ഛൻ കോടതിയിലേക്ക് പോകും. ഇല്ലെങ്കിൽ അമ്മയോട് സംസാരിക്കാലോ. ചായ കുടിക്കൂ, അത് തണുക്കണ്ട. എന്തിനാ ഇതൊക്കെ? എല്ലാം വെവ്വേറെ പൊതിഞ്ഞ് അങ്ങോട്ട് കൊടുത്തേക്കണം. മോന് വെറുതെ ഇരിക്കുമ്പോ തിന്നാലോ. ഇങ്ങോട്ട് കൂട്ടായിരുന്നു. വിളിച്ചാ വരണ്ടേ? അടുത്ത വീട്ടിലൊരു കുട്ടിയില്ലേ, അവന്റെ പിന്നിന്ന് മാറി നിന്ന നേരമില്ല. ആ ചെക്കൻ മഹാവികൃതിയാ. അല്ല, ഒറ്റയ്ക്ക് ആ പെണ്ണൊരുത്തി എന്തിനാ അവിടെ താമസിക്കണേ? മനസ്സിലാവുന്നില്ല. ലോകിയും കൂടാ വേലിക്കിൽ വന്ന് നിൽക്കും. ഞാനിതുവരെ അങ്ങോട്ട് പോയിട്ടുമില്ല, വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല. ചെലവിന് എവിടുന്നാ പണം? വീട്ടിൽ അത്രയ്ക്കൊക്കെ ഉണ്ടാവോ? പണം ഉണ്ടായാലും വാടകയ്ക്ക് വീടെടുത്ത് ഇവിടെ താമസിക്കാൻ ഇതെന്താ വല്ല സുഖവാസ സ്ഥലമാണോ? ചിലപ്പോഴേ വല്ലവന്റെയും കൂടെ ഓടിപ്പോയതാവും. മരിച്ചപ്പോ എങ്ങോട്ടും പോവാൻ വയ്യ. അങ്ങനെ ആവാലോ. എന്തോ ചമഞ്ഞു മുറ്റത്തും പഠിക്കലൊക്കെ നിൽക്കണ കാണാറുണ്ട്. ഞാനൊരു 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഭർത്താവ് മരിച്ചതാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് അതിശയം തോന്നി. തൊട്ടിരിക്കുന്നു, കണ്ണെഴുതിയിട്ടുണ്ട്. ഭർത്താവ് ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നല്ലേ ഉള്ളൂ. ആവോ. വാടക ശരിക്ക് തരുന്നില്ലേ? അതൊരു ദിവസം തെറ്റില്ല. പിന്നെ കുട്ടിക്കൊക്കെ ചെറുപ്പാ, കള്ളത്തിനറിയില്ല. വീട്ടിലുള്ള ആളോട് കണ്ണും കലാശവും കാട്ടുന്നുണ്ടോ സൂക്ഷിക്കണം. അതിനും മടിക്കില്ല. സ്വഭാവം മോശമാണെന്ന് എനിക്ക് ദൃഷ്ടാന്തമുണ്ട്. അമ്മൂന്റെ അച്ഛൻ കുളിയുടെ വാതിൽ പൊളിഞ്ഞു എന്ന് കേട്ട് അത് നോക്കാൻ ചെന്നപ്പോ ഒരു ദിവസം മക്കളും മക്കളുടെ മക്കളും ഉള്ള ഇവിടത്തെ ആളോട് കുഞ്ചാനും കൊഴയാനും നിന്നു പറയുമ്പോഴോ എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? പിന്നെ ആ വഴിക്ക് അമ്മൂന്റെ അച്ഛൻ പോയിട്ടില്ല. പുറത്തൊന്നും പറയണ്ട കേട്ടോ, നീ സൂക്ഷിച്ചാ മതി. ആരാ അത് മാളൂട്ടി? ബാങ്ക് മാനേജറുടെ ഭാര്യ, നമ്മുടെ ചെറിയ വീട്ടിലെ. ആ, അച്ഛൻ ഒറ്റപ്പാലത്തിരിക്കുമ്പോ അറിയാം. ആചാരായിട്ടുള്ള കേസേ അച്ഛൻ ആ വിധി പറഞ്ഞ് മറ്റേ നശൂലങ്ങള് വീട് ഒഴിഞ്ഞില്ലേ? ഹലോ, അതെ, ഓക്കെ. ലൈൻ ഔട്ട് ഓഫ് ഓർഡർ. 1/2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നോക്കാന്ന്. നാശം. ചായ കഴിക്കൂ. ഹലോ, ഇത് കുട്ടിമാമൻ തന്നതാ. ഇത് വല്യമ്മ വാങ്ങി തന്നതാ.
ഫോറിനാ. എന്റെ കഴിഞ്ഞ പിറന്നാളിന് അച്ഛൻ തന്നതാ. അമ്മ കാണണ്ട, പെറുക്കി കളയാം. അമ്മ കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയിടാം. സാരില്ല. എടാ, ആര് പറഞ്ഞതാ നിന്നോട് ഇതിനകത്ത് കയറാൻ? എല്ലാം തച്ചോടത്ത് നശിപ്പിക്കാൻ. ഹരിയല്ല, എന്റെ കൈത്തട്ടി വീണതാ അമ്മേ. നല്ലൊരു സാധനം ബാക്കി വെക്കണ്ട. കണ്ട പെൺപിള്ളേരുടെ കൂടെ കൂടി നിന്നെ ഞാൻ ഞാൻ നോക്കാം. എന്താ? ജയന്റെ അമ്മ വല്ലാതെ തല്ലി. നീ കാരണാണോ? ജയന്റെ കൈതട്ടി ഒരു പാത്രം ഉടഞ്ഞു. നീ അവരുടെ അകത്ത് പോയി എന്തിനാ കളിക്കുന്നേ? മുറ്റത്ത് നിൽക്കാനേ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആരാ പാത്രം ഉടച്ച്? നീയല്ലേ? അല്ല, ജയന്റെ കൈതട്ടി വീണു. ഞാനല്ല. സത്യം പറഞ്ഞു. അല്ലമ്മേ, ജയനാ. നമ്മുടെ വീട് പോലല്ല, അകത്ത് വില പിടിച്ച പല സാധനങ്ങളും കാണും. അമ്മേ, ഒരു ഫോറിൻ കാറ് തട്ടിയാലും മുട്ടിയാലും ഒക്കെ തിരിഞ്ഞു തിരിഞ്ഞു പോവും. ജയന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്താ. അങ്ങനെ പലയിടത്തും പലതും കാണും. ജയൻ എത്ര വലിയമ്മ, എത്ര ചെറിയമ്മ, പിന്നെ അമ്മായിമാര്, എത്ര സാധനം കൊടുത്തിട്ടുള്ളത്. അധികം പിറന്നാളിന് കിട്ടിയതാ. കോപ്പി പുസ്തകം എടുക്ക്. തെറ്റിയ കൂട്ടക്ഷയൊക്കെ 10 പ്രാവശ്യം എഴുത്. സ്കൂൾ തുറക്കാൻ അടുത്ത ആഴ്ച. എന്റെ പിറന്നാളിന് എന്താമ്മേ ഒന്നും കിട്ടാത്തത്? ഇവിടെ ആരും വരുന്നുമില്ല. എനിക്ക് ആരുമില്ല അല്ലേ? ഞാനില്ലേ? അമ്മ വാങ്ങിത്തരാം. അതുപോരെ? പിറന്നാളാവട്ടെ, പോയി പഠിക്കും. എന്റെ പൊന്നുമക്കളെ, കേലോണ്ടടിക്കാൻ പാടില്ല. രണ്ട് നെല്ലിക്കാൻ വേണം. കോമര അടങ്ങ്, എന്ത് വേണമെങ്കിൽ ചെയ്തോളാം. എല്ലാരും വീട്ടിൽ പോയിക്കോളൂ. ഇന്ന് എന്തൊക്കെ പഠിച്ചു? ടീച്ചറ് തെന്നാലിരാമന്റെ കഥ പറഞ്ഞു തന്നു. പിന്നെ വേറൊരു മാഷ വന്ന് വലുതാവുമ്പോ ആരാവാനാ മോഹമെന്ന് ചോദിച്ചു. ആർക്ക് എന്താവാനാ മോഹം? ഡ്രൈവർ, എയ്റോപ്ലെയിന്റെ ഡ്രൈവർ. ആ, കൊള്ളാം. എയ്റോപ്ലെയിന്റെ ഡ്രൈവർക്ക് പൈലറ്റ് എന്നാ പറയാ. പൈലറ്റ്, പൈലറ്റ് ഹരികുമാർ. പിന്നെ ഇത്രയും കൂടെ വലുതായ എനിക്ക് മന്ത്രം പഠിക്കണം. എന്ത് മന്ത്രം? മന്ത്രം പഠിച്ചിട്ട് തപസ്സിരിക്കണം. തെന്നാലിരാമന്റെ കഥയിലുള്ള മാതിരി. തപസ്സിരുന്നിട്ട്? അപ്പൊ ഭദ്രകാളി വരും. പേടിപ്പിക്കാൻ നോക്കുമ്പോഴൊക്കെ നല്ല ധൈര്യത്തിലിരിക്കണം. അപ്പൊ 2 പഴം കാണിക്കും. 2 കയ്യില് 2 പഴം. ഓഹോ, അത് ഞാൻ കേട്ടിട്ടില്ല. ഒരു പഴം തിന്നാ നല്ല ബുദ്ധി ഉണ്ടാവും, മറ്റേത് തിന്നാ കൊറേ പണം ഉണ്ടാവും. ഒന്നേ എടുക്കാൻ പാടൂ. നീ ഏതെടുക്കും? ആ, അതാ എന്റെ സൂത്രം. ഞാനീ 2 തട്ടിപ്പറിച്ചോണ്ട് ഒറ്റ ഓട്ടം. അപ്പോഴോ ഭദ്രകാളി ഹരിമോന്റെ അടുത്ത് തോറ്റത് തന്നെ. ലിസ്റ്റ് വാങ്ങേണ്ട പുസ്തകങ്ങളെല്ലാം മാഷ എഴുതി തന്നു. വേഗം കഴിയുന്നാലും കഴിക്കോ, വിശക്കുന്നുണ്ടാവും. ഞാൻ വാങ്ങിക്കോളാം. അതിന് സുനന്ദ നടക്കണ്ട. നിർബന്ധമാണെങ്കിൽ പിന്നെ കണക്ക് വന്നോളാം.
നിക്ക്. മതി. പെട്ടെന്നൊരു സംഗതി ഓർമ്മ വന്നു. ഉടനെ മടങ്ങി. ഒരു കാര്യം, ചെറിയൊരു സ്ഥിര വരുമാനം ഉണ്ടാകുകയാണല്ലോ സുനന്ദയുടെ പ്രോബ്ലം. വഴിയുണ്ട്. എവിടെയാണ്? ഇവിടെ നമുക്കൊരു നഴ്സറി സ്കൂൾ തുടങ്ങാം. സ്കോപ്പ് ഉണ്ട്. അതൊക്കെ ശരിയാവോ? ശരിയാക്കണം. സുനന്ദയ്ക്ക് സാധിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രസ്ഥാനത്തിനെതിരാ. എന്നാലും കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനോടാണോ എതിര്? അല്ല, പഠിപ്പിക്കുന്ന രീതിയോട്. ഏത് ഭാഷ പഠിക്കുന്നത് നല്ലതാ. ചെറിയും മൽബറിയും ആപ്രിക്കോട്ടും ഒക്കെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കും. പക്ഷെ നമ്മുടെ മാവും കശുമാവും കണ്ടാൽ തിരിച്ചറിയില്ല. മലയാറ്റൂരിന്റെ നോവലില് IAS കാരന്റെ മക്കള് ഗ്രാമത്തിൽ പോകുമ്പോ നെല്ല് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അരശിച്ചെടിയാ? നമ്മുടെ ലൈഫായി ബന്ധപ്പെടുത്തുക എന്നതല്ലേ കാര്യം. ദാറ്റ്സ് ഇറ്റ്. സുനന്ദയ്ക്ക് പറ്റും. ബാങ്ക് മാനേജർ മിസ്റ്റർ ഭാസ്കരൻ പറയുന്ന പോലെ പലർക്കും ഒരു അനുഗ്രഹമാവും. യു ക്യാൻ ഡു ഇറ്റ്. മാസ്റ്റർ എല്ലാത്തിനും മുമ്പ് നിന്നാൽ സാധിച്ചെന്ന് വരും. പിന്നിൽ ഞാനെപ്പോഴും പിന്നിലാണല്ലോ. ഓർഗനൈസിങ് ഞാൻ ഏറ്റു. പക്ഷേ മാനേജ് ചെയ്യുന്നത് സുനന്ദയുടെ മിടുക്ക്. എന്നെ അതിന് കൊള്ളില്ല. സ്വന്തം ലൈഫ് തന്നെ ഒരുമാതിരി മിസ്മാനേജ് ചെയ്ത് അലങ്കോലമാക്കിയവനാ ഞാൻ. ഇത് ശരിയാവും. ശരിയാവുമെന്ന് ഉള്ളിൽ ബലമായ ഒരു വിശ്വാസം, ഒരു തോന്നൽ. റെഡിയാണോ? മാഷ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. ഞാനുണ്ടല്ലോ. ആ ശരി, ഇനി തിരുമേനി പറയുന്ന പോലെ പരിഭ്രമിക്കാൻ തുടങ്ങിക്കളയാം. അമ്മ വിളിക്കേ. തിരുമേനിയുടെ പറമ്പിൽ ഷെഡ് കെട്ടും. വാഹനങ്ങൾ വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തുടങ്ങാം. ഇവരിവിടെ ഒരു നഴ്സറി സ്കൂൾ തുടങ്ങുന്നു. ജയക്കുട്ടിന് സൗകര്യമായി. ഓ, സുനന്ദയുടെ ശ്രമമാണ്. ഞാൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി ട്രെയിനിങ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് കഴിഞ്ഞവരെ നിയമിക്കാം. 2 മുതൽ 5 വരെയുള്ള പ്രായത്തിലാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ബ്രിങ്കിങ് അപ്പ് ചിൽഡ്രൻ. ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് എ ജോക്ക്. അറിയാം, അതിന്റെ ഗൗരവം ഞങ്ങൾക്കറിയാം. 2 വയസ്സിനും 5-നും ഇടയ്ക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പീരിയഡ്. അപ്പോ തെറ്റായ ഒരു വാക്ക്, ഒരു സ്പെല്ലിംഗ്, അത് പിന്നെ തിരുത്താനേ പറ്റില്ല. മോണ്ടിസോറി സിസ്റ്റത്തിൽ അങ്ങനെ പറയുന്നില്ലേ? അതിലും മോഡേൺ ആണ് എന്നിപ്പോ പറയുന്നത് എം ധാർ പരീക്ഷിച്ച ഒരു സിസ്റ്റമാണ്. എസ് നന്ദ അതിനെപ്പറ്റി ഒരു ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഓ, പക്ഷെ ബേസിക്സ് ഒക്കെ ഒന്നല്ലേ? ലേൺ വൈൽ ദ പ്ലേ ദെയർ സെൻസ് ഷുഡ് ഗ്രോ. നോട്ട് ഓൺലി ദാറ്റ്, they must understand nature. Its flora, fauna, sense of cleanliness, respect for elders, faith in the spiritual oneness. ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി. അബ്സല്യൂട്ട്ലി റൈറ്റ്. ചെങ്ങാടിക്ക് സ്കൂൾ തുടങ്ങിയപ്പോ ജയക്കുട്ടൻ ഒറ്റയ്ക്കായോ? മോനും പഠിക്കാൻ പറ്റിയൊരു സ്കൂൾ ആന്റി അടുത്ത് തുടങ്ങും. ആരാ ടീച്ചർ? ആന്റി തന്നെ. ഹരിമോന്റെ ചങ്ങാതിയാണെന്ന് വെച്ചിട്ട് പഠിക്കാതിരുന്ന ആന്റി കുറേശ്ശെ ചെവിക്ക് പിടിക്കും. പറഞ്ഞേക്കാം. നടക്കട്ടെ. ഞാനിത് വേഗം ശരിയാക്കാം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു വെരി മച്ച്. അവളുടെ ഒരു ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ BA ഫസ്റ്റ് ക്ലാസ്. ഈ പ്രോജക്ട് റിപ്പോർട്ടിലുണ്ട്. വലിയ വാചകം. നോക്ക്, ഒരു നാടൻ ചൊല്ലുണ്ട്, ചുണ്ടങ്ങ കൊടുത്ത് വൈതനങ്ങ വാങ്ങരുത്. അതാണിപ്പോ പറ്റിയത്. ആ ഭാഗത്താവാം മെയിൻ ഷെഡ്. ഈ സൈഡില് ഓഫീസായിട്ടിരിക്കാം. സുനന്ദ ഇത്ര വെൽ പ്രിപ്പയർഡ് ആണെന്ന് ഞാൻ കരുതിയില്ല. മഹാരാഷ്ട്രത്തിലെ ഒരു അമ്മ അനുത്തായി കുറച്ച് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടത്രേ. വിജയത്തിനോട് പറഞ്ഞ ഞാൻ അതൊന്നും കേട്ടിട്ടേ ഇല്ല. എം ധാറിന്റെ പരീക്ഷണം, എസ് നന്ദയുടെ സിസ്റ്റർ അല്ലേ? എന്നെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഞാൻ വിട്ടുകൊടുക്കുമോ? തൽക്കാലം അടങ്ങിയോ? അത് മതി. എം ധാർ, മുരളീധരൻ ഇംഗ്ലീഷീകരിച്ചാൽ എം ധാർ. മാഷയുടെ പരീക്ഷണം എസ് നന്ദ, സുനന്ദ നടപ്പാക്കുന്നു. സിമ്പിൾ. അസാധ്യം. ബുദ്ധിരാക്ഷസിയാണ്, സമ്മതിച്ചു പോയി. അത് പറയുമ്പോ ചിരി വരുമെന്നായിരുന്നു പേടി. രക്ഷപ്പെട്ടു. വികട സരസ്വതി എന്റെ നാവിന്റെ തുമ്പത്താണെന്ന് അവക്കറിയില്ലല്ലോ.
ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ മതി. ഈ ടൈ എന്തിനാ? സായിപ്പിന്റെ കാലത്ത് ഹാങ് ഓവർ. നാട്ടിൻപുറത്തെ കുട്ടികൾക്ക് ടൈ വേണോ? ടൗണിലെ പിള്ളേരുടെ ഗമയിലാണെന്ന് തോന്നണം. ഈ യൂണിഫോം ഇടാൻ വേണ്ടി മാത്രം പിള്ളേർ വാശി പിടിക്കണം. അതുണ്ടാവും. ബിസിനസിന്റെ ശാസ്ത്രത്തിൽ ഗുരു ശിഷ്യനായിരിക്കുന്നു, കീഴടങ്ങുന്നു.